തുടങ്ങാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പുതിയ സാധനമാണ് എന്നോട് പുതിയതാണ്. തന്നെ പറഞ്ഞു പോകുന്നതാണ് പുതിയത്. അപ്പൊ ഉണ്ട്. പിന്നെ കുറെ സാധനങ്ങളുണ്ട്. ഇതാണ് ബോയ്സ് കിടക്കണത്. അപ്പൊ ഇത് തവള ഇങ്ങനെ ചാടുമ്പോ അത് ചെടിയാണ്. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, നമ്മള് ചെറുപ്പഴൊക്കെ നമ്മള് ഇതിലേക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ശ്രീനാഥ ചേട്ടനാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഒരുങ്ങിയൊക്കെ വരത്തുള്ളൂ. അപ്പൊ കുറച്ചു നേരം നമുക്ക് ബ്രേക്ക് എടുക്കാം. കുറച്ചു നേരം നമുക്ക് ബ്രേക്ക് എടുത്ത് എല്ലാം താമസിച്ച് കുറച്ചു നേരം ബ്രേക്ക് എടുക്കാം കേട്ടോ ബോയ്സ്. കുറച്ചു നേരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും ബോയ്സ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അവൻ വേഗം തന്നെ വരുന്നവനാണ്. അവൻ വേഗം തന്നെ ഓടി ഓടി വരും. അവനെ നമുക്ക് വിളിക്കാം. ശ്രീനന്ദൻ ശ്രീനന്ദൻ വന്നു. നമ്മുടെ ശ്രീനന്ദൻ എന്താണ് ശ്രീനന്ദൻ എന്താ പറയാ? ശ്രീനന്ദൻ എന്താ എനിക്ക് പറയാനുള്ളത്? എനിക്ക് നിങ്ങൾ മൈജി പോയിട്ടുണ്ടോ? മൈജി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മൈജി പോയിട്ടുണ്ടെങ്കിൽ മൈജിന്ന് കുറെ മൊബൈൽസും അതെല്ലാം കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യാനും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യാം. ഇഷ്ടമില്ലാത്തവരെ വോട്ട് ചെയ്യുവാണെങ്കിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യം. മൈജി നമുക്ക് ഇതുപോലത്തെ ഒരു ഓഫറാണ് കിട്ടുന്നത്. ഓഫർ കിട്ടും. ഇതുപോലത്തെയുള്ള മൈജിയുടെ ഓഫർ കിട്ടും. പിന്നെ മൈജിയിലെ അവര് തരുകയും ചെയ്യും. മൈജിയിൽ കുറെ ഓഫറുണ്ട്. ഇത് മൊബൈല്, ചെറിയ മൊബൈല് ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ മൊബൈൽ മേടിച്ചോളൂ. വലിയ മൊബൈൽ ഇഷ്ടമുണ്ടെങ്കിൽ വലിയ മൊബൈൽ മേടിച്ചോളൂ. പിന്നെ ഈ ടി വി വലിയത് ഇഷ്ടമുണ്ടെങ്കിൽ ടാബ് വലിയത് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എല്ലാം മൈജിന്ന് മേടിക്കാം. ടാബ് മേടിച്ചുണ്ട്, എല്ലാം ഉണ്ട്. സ്പീക്കറുണ്ട്, സെറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ AC ഉണ്ട്. ആ AC എല്ലാം ഉണ്ട്. റിമോട്ട് ഉണ്ട്, ടിവിയുടെ റിമോട്ട് ഒക്കെ ഉണ്ട്. പിന്നെ സ്പീക്കറുണ്ട്, കുറെ സ്പീക്കറുണ്ട്. അതാണെങ്കിൽ മൈജിയിലെ സ്പീക്കർ ആണെങ്കിൽ പൊട്ടിയാണ് നമുക്ക് ശരിയാക്കാം. പൊട്ടിയും പിന്നെ ഇതാണ് നമ്മളെ മൈജിയിലെ ലോക്കോ. ഇത് നമുക്ക് ഇതുപോലത്തെ എല്ലാം ഒരു പുസ്തകം കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ പുസ്തകം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഞങ്ങളിത് കോപ്പി ചെയ്തിട്ട് ഞങ്ങളുടെ അച്ഛന് ആണെങ്കിൽ ഞങ്ങളുടെ അച്ഛനൊക്കെയാണ് ഇത് മേടിച്ചത്. എന്റെ അച്ഛൻ ഇത് കടയിൽ മേടിച്ചത് വേറെ ആൾക്കാരാണ്. പക്ഷെ കടയിൽ നിന്ന് അവർ തന്നത് വേറെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങളെ അച്ഛനെ അമ്മേനെ കൊണ്ടുവിടാൻ പോവുകയാണെങ്കിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ ശ്രീഹരി ഞങ്ങളുടെ ചേട്ടനും ചേട്ടനുണ്ടാവും. പിന്നെ അപ്പുറത്ത് കുറെ താമസക്കാർ വന്നിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കാരണം ഞങ്ങള് എല്ലാം ഇതായിട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് കഴിഞ്ഞാൽ താമസം മാറി ഒരു വീട്ടിലേക്ക് പോകും. അന്നേരവും വീഡിയോ കാണാൻ പോയി. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോ തുടങ്ങാൻ പോണത് ഒരു പൂച്ചക്കുട്ടിയുടെ വീഡിയോ അന്നേരം വീട് മാറുമ്പോൾ കാണിച്ചു തരാം. അന്നേരം ഒരു ദിവസം അങ്ങോട്ട് തുടരും. അന്നേരം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കാണിച്ചു തരുന്നതിന് മുമ്പേ നിങ്ങൾ കുറച്ച് ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് വീഡിയോ കഴിഞ്ഞിട്ടില്ല, എല്ലാ സെക്കൻഡിലൂടെ നടക്കും. എൻ്റെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ കുടുംബം എന്നെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വോട്ട് അമ്മയോ അച്ഛനും ചെയ്തിട്ടില്ല. വോട്ട് ഇനി ഞാനൊക്കെ വലുതായി കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് അച്ഛനും അമ്മയും വോട്ട് ചെയ്യുന്നത്. അന്നേരമൊക്കെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകുമെന്ന് എനിക്കറിയാം. അത് കാരണം പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീനന്ദന് വേണ്ടി വോട്ട് ചെയ്യണം. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീനന്ദനാണ്. അവന് താമര ടീമിന്റെ ടീമാണ്. ഞാനും അതാണ്. പക്ഷെ നമ്മുടെ അരിവാൾ ചിഹ്നം
നിങ്ങളും വോട്ട് ചെയ്യുക. നമ്മുടെ താമര ചിഹ്നവും നിങ്ങൾ വോട്ട് ചെയ്യുക. എല്ലാ ചിഹ്നവും നിങ്ങൾ വോട്ട് ചെയ്യുക. എന്നാലേ ഈ രാജ്യമുള്ള എല്ലാവർക്കും സമാധാനം കിട്ടുള്ളൂ. എന്നാലേ എല്ലാ രാജ്യത്തിനുള്ള സമാധാനം കിട്ടുള്ളൂ. അത് കാരണം നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ഒരു നമസ്കാരം. ഞാനിത് പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ ഈ സ്റ്റേജ് വന്നായിരുന്നു. അതിട്ട് അവൻ പെട്ടെന്ന് തന്നെ പോയി. അവന് കുറേ ജോലി ചെയ്യാണ്ടായിരുന്നു. അത് കാരണം അവൻ പെട്ടെന്ന് തന്നെ പോകും. അതാണെങ്കിൽ നമുക്ക് ബിഗ് ബോസ് പറയാനുള്ളത്, ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ തുടങ്ങുന്നത് ബിഗ് ബോസിലെയാണ്. അത് കാരണം നമുക്ക് ചാച്ചോണ്ട് കുത്തിയിടാം. അത് കാരണം ബോയ്സ് ഒരു ചെറിയൊരു ബ്രേക്ക് കേട്ടോ ബോയ്സ്.